നമസ്കാരം. നാടക ഡോക്യുമെന്ററി ചലച്ചിത്ര സംവിധായകൻ KPSCയുടേതടക്കം നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത പ്രതിഭ. 2014 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാതമായ ബാല്യകാല സഖി എന്ന നോവൽ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത സംവിധായകൻ. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി കൂടിയായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ് ഇന്ന് എന്റെ കൂടെയുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. സർ, നമസ്കാരം. ആദ്യം ബാല്യകാല സഖി എന്ന സിനിമയിലേക്ക് തന്നെ ഞാൻ കടക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവൽ. ബാല്യകാല സഖി തന്നെ തന്റെ ആദ്യ സിനിമയാകണം അല്ലെങ്കിൽ ആദ്യ സിനിമയാക്കണം എന്ന് താങ്കൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ബാല്യകാല സഖി നമ്മുടെ ഈ ഡയറക്ടോറിയൽ വർക്ക് നാടകത്തിലും പിന്നെ മിനി സ്ക്രീനിലും ഒക്കെ ആയിട്ട് അങ്ങനെ നടത്തി വരുന്ന ഒരു സമയത്താണ് അതിനിടയിൽ മനോരമ ന്യൂസിൽ അന്നൊരിക്കൽ എന്ന് പറഞ്ഞ് കേരളത്തിലെ പ്രധാനപ്പെട്ട ജീനിയസുകളെ കുറിച്ചിട്ടുള്ള അവരുടെ ജീവിതത്തിലൂടെയുള്ള ഡോക്യു ഫിക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യാൻ 2 വർഷം മനോരമ ന്യൂസിൽ ഞാൻ അവിടെ ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് മനോരമ MT വാസുദേവൻ നായർ സാറിന്റെ CD റോം പ്രകാശനം ചെയ്യുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു കൃതിയുടെ വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് മനോരമ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് MT സാറിന്റെയും മമ്മൂക്കയുടെയും ഒക്കെ നിർദ്ദേശത്താൽ 2ാം ഊഴം ചെയ്യാൻ തീരുമാനിക്കുകയും 2ാം ഊഴം മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മമ്മൂക്ക ഭീമനായിട്ട് അഭിനയിക്കുന്ന രീതിയിൽ ചെയ്തു. അപ്പൊ അത് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതിന്റെ പ്രൊഡക്ഷന്റെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് മമ്മൂക്ക എന്നോട് പറഞ്ഞത്, ആ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ആ മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സിനിമ ആലോചിക്കൂ, പ്രമോദിന് ഇഷ്ടമുള്ളൊരു കഥ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പയ്യന്നൂർ കോളേജിലെ മലയാളം BA പഠിച്ച് പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഡയറക്ഷൻ പഠിച്ച് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി PG കഴിഞ്ഞൊക്കെ വരുന്ന ഒരാൾ, എൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് സാഹിത്യ സൃഷ്ടികളെ എങ്ങനെ നാടകത്തിലേക്കും മിനി സ്ക്രീനിലേക്കും ഒക്കെ ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ അതിനു മുമ്പേ ചെയ്ത കാര്യം. MT സാറിന്റെ കേരളോൽപ്പത്തി എന്ന് പറയുന്ന കഥയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ കഥ തങ്കം എന്ന് പറയുന്ന കഥയും ഒക്കെ ഷോർട്ട് ഫിലിം ആയിട്ട് അതിൻ്റെതായിട്ടുള്ള അംഗീകാരം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നാടകങ്ങൾ, ഇരുട്ടിന്റെ ആത്മാവ് എന്നുള്ള നാടകം, കടൽ തീരത്ത് എന്ന് പറയുന്ന OV വിജയന്റെ കഥ, ശിവാജി സാവുന്തിന്റെ മൃത്യുഞ്ജയൻ, അതുപോലെ തന്നെ ഡോക്ടർ ശിവറാമകാരന്തിന്റെ ചോമനതുടി, ഇങ്ങനെ ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ നാടകത്തിലേക്ക് ചെയ്ത് അങ്ങനെ വന്ന ഒരാൾ എന്ന രീതിയിൽ എൻ്റെ മനസ്സ് പിന്നെ മമ്മൂക്ക ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ 2ാം ഊഴത്തിന്റെ മൾട്ടിമീഡിയ പ്രൊഡക്ഷന് ശേഷം ഇങ്ങനെ ഒരു സിനിമയിലേക്ക് മനസ്സിനെ വഴിതിരിച്ചു വിട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാല സഖിയായിരുന്നു. അങ്ങനെയാണ് തിരക്കഥ എഴുതി മമ്മൂക്ക അതിൽ 2 വേഷം, വാപ്പയായിട്ടും മകനായിട്ടും മമ്മൂക്ക തന്നെയാണ് അഭിനയിച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് വലിയ പ്രോത്സാഹനം അതിനുണ്ടായിരുന്നു. പെരുമ്പളം ദ്വീപിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ട്, എറണാകുളത്തെ ആലപ്പുഴയ്ക്ക് ഒക്കെ അടുത്തുള്ള സ്ഥലം. അതുപോലെ തന്നെ ഒരു 10-18ഓളം ദിവസങ്ങളിൽ കൽക്കത്തയിലായിരുന്നു ഷൂട്ടിംഗ് നടന്നിരുന്നത്. അങ്ങനെ 18ഓളം ലോകഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ബാല്യകാല സഖി സിനിമയാക്കി സീമാ ബിശ്വാസ്, അതുപോലെ തന്നെ ശശികുമാർ സാറ്, മീന ചേച്ചി, ഇഷ തൽവാർ, മാമുക്കോയ, അങ്ങനെ ഒരു വലിയ താരങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ വന്ന തട്ടകത്തിൽ നിന്ന് നാടകത്തിൽ നിന്ന് 30ഓളം പേരെ നാടകത്തിൽ നിന്ന് സിനിമയുടെ അഭിനയ ശൈലി പഠിപ്പിച്ചെടുത്ത് അതിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. വലിയ സന്തോഷം. അതിനൊപ്പൊക്കെ തന്നെ എടുത്തു പറയേണ്ടത് മലയാള ചലച്ചിത്രത്തിന്റെ പാട്ടുകളെ നിയന്ത്രിക്കുകയും നിർണ്ണയിക്കുകയും ഒക്കെ ചെയ്ത സംഗീത പ്രതിഭയാണ് രാഘവൻ മാസ്റ്റർ. രാഘവൻ മാസ്റ്റർ തന്റെ 98ാമത്തെ വയസ്സിൽ സംഗീതം നിർവഹിച്ച സിനിമ കൂടിയാണ് ബാല്യകാല സഖി. ഇപ്പോ നമ്മളുടെ ബാല്യകാല സഖി നോവൽ വായിക്കുമ്പോൾ അതിന്റെ മനോഹാരിത ഒട്ടും ചോരാതെ തന്നെ സിനിമയിലേക്ക് ആവാഹിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ സൃഷ്ടിയായാലും അതൊക്കെ ഒരു സംവിധായകൻ എന്ന നിലയിൽ അങ്ങ് നേടിയിട്ടുള്ള ഒരു വിജയം തന്നെയാണ്. അതിൽ എന്തെങ്കിലും വെല്ലുവിളികൾ അങ്ങ് നേരിട്ടിരുന്നു? വെല്ലുവിളി തന്നെയാണ്. ഓരോ സാഹിത്യ സൃഷ്ടി ചെയ്യുമ്പോഴും നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു കഥ അല്ലെങ്കിൽ നോവൽ, അത് കവിത, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നവന്റെ മനസ്സിൽ അതിന്റെ ചിത്രങ്ങൾ വരയ്ക്കപ്പെടും. ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് പിന്നെ അവർ ഓരോരുത്തരുടെ ലോകം വ്യത്യസ്തമായിരിക്കും. താങ്കളുടെ വായനാ രീതിയിൽ കണ്ട മജീദും സുഹറയും ആയിരിക്കില്ല എൻ്റെ മനസ്സിൽ, അതുപോലെ ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ മാറി മാറി വരും.
അപ്പൊ അതിനെയെല്ലാം ഒരേ രൂപത്തിലേക്ക് സ്വാംശീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. അപ്പൊ ഈ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് വേണം ഏത് സംവിധായകനും അതിന്റെ ദൃശ്യ ഭാഷ ഉണ്ടാക്കിയെടുക്കാൻ. അതിന്റെ ഒരു ഏകീകരണം എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ്. അതാണ് മികച്ച സാഹിത്യ സൃഷ്ടികൾ സിനിമയാകുന്ന സമയത്ത് ഇപ്പൊ സത്യജിത്രേ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ അത് സിനിമയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ പദാനുപദമായിട്ട് അതിനെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അതിനെ ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ എസെൻസ് എടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനാണ് പറ്റുക എന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യനായിട്ടുള്ള ശാന്തിനികേതൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യനായിരുന്നു സത്യജിത്രേ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ചരിത്രകാരൻ. അപ്പോൾ അദ്ദേഹം പോലും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു സാഹിത്യ സൃഷ്ടിയെ സമീപിക്കുമ്പോൾ അതിന്റെ എസെൻസ്, അതിന്റെ സോൾ എടുത്തുകൊണ്ട് അതിനെ വിഷ്വലൈസേഷനിലേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചാലഞ്ച് അല്ല ഇപ്പൊ നാടകം ചെയ്യുമ്പോഴും സാഹിത്യ സൃഷ്ടി എടുത്ത് നാടകം ചെയ്യുമ്പോൾ മറ്റൊരു സ്വതന്ത്ര നാടകകൃതി എടുത്ത് സംവിധാനം ചെയ്യുന്നത് പോലെയല്ല. ഇതിനൊരു വലിയ റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് ഏറ്റെടുക്കാൻ എന്തുകൊണ്ടോ എനിക്ക് താല്പര്യമാണ് എപ്പോഴും. അതുകൊണ്ടാണ് മനസ്സ് ഇങ്ങനെ എപ്പോഴും പിന്നെ ബഷീറിന്റെ തന്നെ മതിലുകൾ നാടകമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രിയപ്പെട്ട KPSC ലളിത ചേച്ചി അതിൽ നാരായണിയായിട്ടും MR ഗോപകുമാർ ബഷീറായിട്ടും അരങ്ങിലേക്ക് എത്തി. കേരളത്തിലെ ഏറ്റവും വിഖ്യാതരായിട്ടുള്ള അഭിനേതാക്കള് നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങര അടക്കമുള്ള ആൾക്കാർ അതിൽ അഭിനയിച്ചു. ഇന്ത്യയിലെ പല ഭാഗത്തും നമ്മളത് അവതരിപ്പിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് നാടകം എന്ന് പറയുന്നത് സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യാകരണവും ദൃശ്യഭാഷയുമാണ് അത് നിലനിർത്തുന്നത്. അവിടെ ഒരു സാഹിത്യ സൃഷ്ടി എടുത്ത് ചെയ്യുമ്പോഴും ഒരു ഷോർട്ട് ഫിലിമായിട്ട് സാഹിത്യ സൃഷ്ടി ചെയ്യുമ്പോഴും സിനിമയായി സാഹിത്യ സൃഷ്ടി ചെയ്യുമ്പോഴും സംവിധായകർ വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടുന്നത്. അതിനെ വൈക്കം മുഹമ്മദ് ബഷീറിനോടുള്ള ആദരവും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അത്രത്തോളം പഠിച്ച് അദ്ദേഹത്തിന്റെ തലയോലപ്പറമ്പിൽ പോയി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനൊപ്പം നടന്നവരോടും ഒക്കെ ആയിട്ട് സംസാരിച്ച് ആ ഭൂമികയൊക്കെ മനസ്സിലാക്കിയിട്ട് പരമാവധി ബഷീർ എന്ന് പറയുന്ന വലിയ ജീനിയസിന്റെ ഓർമ്മകൾക്ക് മുന്നിലുള്ള സമർപ്പണം എന്നുള്ള രീതിയിലാണ് ഓരോ സൃഷ്ടികളും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ളത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബാല്യകാലസഖി ചെയ്യുമ്പോഴും ഇത് റിസ്ക് ഉണ്ടായിരുന്നു. ആ റിസ്കിനെ പരമാവധി ബഷീറോട് നീതി പുലർത്തിക്കൊണ്ട് കഥയോട് നീതി പുലർത്തിക്കൊണ്ട് ആവിഷ്കരിക്കാനുള്ള ശ്രമമായിരുന്നു അതിൽ നടത്തിയിരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് 10-11 പ്രാവശ്യം അതിന്റെ തിരക്കഥ തിരുത്തിയിട്ടുണ്ട്. ശരിക്കും എന്താണ് അങ്ങനെ ഒരു തിരുത്തലിന്റെ ആവശ്യകത അതിൽ വരുന്നത്? അത്രയും എഫേർട്ട് എടുത്തിരുന്നു എന്ന് പറയുന്നത് അതാണ്. അത് ഇപ്പം ആ സമയം ബാല്യകാലസഖി ചെയ്യുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ അന്ന് ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പം അന്ന് വേണമെങ്കിൽ ഒരു 5-6 സിനിമകൾ ആ സമയം കൊണ്ട് ചെയ്യാമായിരുന്നു. കാരണം മനസ്സും ശരീരവും ഒക്കെ അത്ര വൈബ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം. അതുമാത്രമല്ല അതിനു വേണ്ടിയിട്ട് ബാല്യകാലസഖിക്ക് വേണ്ടി എടുത്ത ഒരു സമയം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ബാല്യകാലസഖി ഒരു ക്ലാസ് മൂവി എന്നുള്ള രീതിയിൽ ബഷീറിനുള്ള ഒരു സമർപ്പണം, ഇത്രയും വലിയൊരു സാഹിത്യകാരനുള്ള ആദരം, നമ്മുടെ അതിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള MB മോസിന്റെയും സജീവ് ഹാഷിമിന്റെയും ഒക്കെ ചിന്ത അതുപോലെയായിരുന്നു. അത് നല്ലൊരു സിനിമ, അതിലൊരു കമേഴ്സ്യൽ രീതികൾ ചേരുവകളൊന്നും ചേർക്കാത്ത രീതിയിൽ നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കുക, ബഷീറിനുള്ള ട്രിബ്യൂട്ടായിട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18ഓളം ലോകഭാഷകളിലേക്ക് എഴുതപ്പെട്ട തർജ്ജമ ചെയ്യപ്പെട്ട ഒരു കൃതി. ആദ്യം ബഷീർ അത് ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, പിന്നെയാണ് മലയാളത്തിലേക്ക് എഴുതുന്നത്. അപ്പൊ അതിന് അർഹമായിട്ടുള്ള രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതിലാണ് നമ്മൾ ആലോചിച്ചിരുന്നത്. അപ്പൊ അത്തരം ഒരു കൃതിയെ സമീപിക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും, ഇപ്പൊ ഒരു നാടകം ചെയ്ത് അതിന് എല്ലാ അവാർഡ്സ് കിട്ടിയാലും ആ ചെയ്ത നാടകമല്ലല്ലോ, അതിലൊന്നും കൂടി നന്നാക്കാമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഷോർട്ട് ഫിലിമിന് അവാർഡ് കിട്ടുമ്പോഴും ഡോക്യുമെന്ററിക്ക് കിട്ടുമ്പോഴും സിനിമയ്ക്ക് കിട്ടുമ്പോഴും ഒരു നല്ല മൾട്ടിമീഡിയ ഇവന്റ് ചെയ്ത് സക്സസ് ആകുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സ് അത് കുറെ കൂടി വ്യത്യസ്തമായിട്ട് ഇന്ന ഭാഗത്ത് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഇന്നത് മാറ്റാമായിരുന്നു എന്ന് അസ്വസ്ഥമാകുന്ന ഒരു മനസ്സ് എന്തുകൊണ്ടോ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതപ്പെടുന്ന സാധനം ഇത് മതിയോ എന്നുള്ള തോന്നൽ. കാരണം ഈ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പറഞ്ഞ ഒരു വരിയുണ്ടല്ലോ, പൂവിട്ടേൻ പലവട്ടം എന്നാലും ആവിഷ്കൃതമായിട്ടില്ല ഇന്നോളം എൻ മികച്ച കുസുമങ്ങൾ എന്നാണ് പറയുന്നത്. എത്രമാത്രം ഒരു ചെടിക്ക് അതിന്റെ വസന്തകാലത്ത് പൂവിട്ട് നിന്നാലും അതിലെ ഏറ്റവും നല്ല പൂക്കൾ എനിക്ക് തരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓരോ ചെടിയും പറയുന്നത് പോലെ നമ്മളുടെ മനസ്സ് ഒരു
ടാഗോർ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് ഓരോ കലാകാരന്റെയും ജീവിതം. അതിന്റെ ഒരു പൂർണ്ണത, അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യുക, സ്ഥിരമായിട്ടുള്ള ഒഴുക്കിനൊപ്പം നീന്തുന്നവർക്കൊപ്പം പോകാതെ ഒഴുക്കിനെതിരെ പോകുന്ന ഒരാൾ എന്നുള്ള രീതി, അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഇതിന്റെ സർഗാത്മകപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നാകണം എന്ന് ആലോചിച്ചിട്ട് പല രീതിയിലേക്ക് അത് മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. പല പല ശൈലികളിലേക്ക് മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ മമ്മൂക്കയ്ക്കും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ഒക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് നമ്മൾ ഷൂട്ട് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് വെച്ച് ഷൂട്ടിങ്ങുമായിട്ട് മുന്നോട്ട് പോയത്. അതിനു മുമ്പേയുള്ള യാത്ര ഒരുപാട് സുഹൃത്തുക്കളും ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ പല യാത്രകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ബലകാലസഖിയിലേക്ക് ഇങ്ങനെയല്ല വേണ്ടതെന്ന് ആലോചിച്ച് ഒടുവിൽ വീണ്ടും ഇരുന്ന് ഒരു 8 മാസത്തോളം തനിച്ചിരുന്ന് ചെയ്ത ഒരു വർക്കുമായിട്ടാണ് നമ്മൾ ബാല്യകാലസഖിയുടെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ചെറിയ കഥാപാത്രങ്ങൾ പോലും അടയാളപ്പെടുത്തുന്നവയാണ്. ആ അടയാളപ്പെടുത്തലിലേക്ക് ആ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലെ ഒരു വെല്ലുവിളി എങ്ങനെയായിരുന്നു? കഥാപാത്രങ്ങള് ഓരോന്നും, ബഷീറിന്റെ കഥാപാത്രങ്ങൾ ഓരോന്നും ചെറിയ കഥാപാത്രം പോലും വലിയ സത്യങ്ങൾ, ജീവിതത്തിന്റെ ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള പൊരുളുകൾ പറയുന്ന കഥാപാത്രങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത കൊടുത്തുകൊണ്ടാണ് അതിനെ സമീപിച്ചത്. നമ്മൾ ബാല്യകാലസഖി ചെയ്യുമ്പോൾ ബഷീറിന്റെ സാഹിത്യ പ്രപഞ്ചത്തിലുള്ള മറ്റ് കഥാപാത്രങ്ങൾ അതിലേക്ക് വിരുന്നു വന്നിട്ടുണ്ട്. ബാല്യകാലസഖി ചെയ്യുന്നതിന് ഒരു 5 വർഷം മുമ്പേ പത്മരാജൻ സാറിന്റെ കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന നോവൽ, അത് പിന്നീടാണ് സിനിമയായത്, അത് നാടക രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നെടുമുടി വേണുചേട്ടനും ഭരത് ഗോപിച്ചേട്ടനും ഒക്കെ വന്ന് ആ നാടകം കാണുകയും ഒരുപാട് സന്തോഷവും അഭിനന്ദനവും പറയുകയും ചെയ്തിരുന്നു. അത് ഡ്രാമ സ്കൂളിന്റെ 25ാം വർഷത്തിൽ അലക്സേ കടവിൽ എന്ന് പറയുന്ന നാടകരംഗത്തും ചലച്ചിത്ര രംഗത്തും ഒരുപോലെ നിന്ന മനുഷ്യന്റെ ഓർമ്മയ്ക്കുള്ള സമർപ്പണമായിട്ടാണ് ചെയ്തത്. ശ്യാമപ്രസാദ് ഏട്ടനും അതുപോലെ തന്നെ വി കെ പ്രകാശേട്ടനും രഞ്ജിത്തേട്ടനും ഒക്കെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ സീനിയറായി പഠിച്ചവർ. അപ്പൊ അവരുടെ എല്ലാ സാന്നിധ്യം, അതുപോലെ തന്നെ മുരളി മേനോൻ, കുക്കു പരമേശ്വരൻ, പി ജെ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളെല്ലാം ചേർന്നിട്ട് ഡ്രാമ സ്കൂളിലെ ആദ്യ ബാച്ച് മുതൽ അതുവരെയുള്ള ബാച്ച് വരെയുള്ളവരുടെ സാന്നിധ്യം വെച്ച് 62ഓളം പേരാണ് അതിൽ അഭിനയിച്ചത്. അപ്പം അതിൽ ഞാൻ പറഞ്ഞു വന്നത്, ആ നാടകത്തിൽ അത് ചെയ്യുമ്പോൾ ഈ കള്ളൻ പവിത്രനിലെ കഥയും കഥാപരിസരങ്ങളും മാത്രമല്ല, പത്മരാജന്റെ ഗ്രാമീണ കഥാപാത്രങ്ങളെല്ലാം അതിലേക്ക് യുക്തിയാനുസരണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചുകൊണ്ടായിരിക്കാം തിരക്കഥ എഴുതുമ്പോഴും പിന്നീടും ഒക്കെ ഈ ഒരു ബഷീറിയൻ കഥാപാത്രങ്ങളെ ഇതിലേക്ക് അർത്ഥയുക്തമായ രീതിയിൽ കൊണ്ടുവരണം എന്ന് തോന്നിയിരുന്നു. ആദ്യമൊക്കെ അത് വലിയ രീതിയിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷെ പിന്നെ ഈ തിരക്കഥ ഒന്നും കൂടി മിനുക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മറ്റു കഥാപാത്രങ്ങൾക്കൊന്നും പോർലേൽക്കാതെ ആവശ്യത്തിന് മാത്രം അത്തരം കാര്യങ്ങൾ തിരക്കഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കഥാപാത്രങ്ങളെ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്.